നിങ്ങളുടെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ പേടിയുണ്ടോ? അതോ അവിടെ കാണുന്ന വെളുത്ത പാടുകൾ അഴുക്കാണെന്ന് കരുതി ഉരച്ചു കഴുകാറുണ്ടോ? സൂക്ഷിക്കുക, ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും വൃത്തിയാക്കേണ്ട രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ പോലും ഇൻഫെക്ഷനോ മറ്റു അസ്വസ്ഥതകൾക്കോ കാരണമായേക്കാം. ഒരു നേഴ്സ് എന്ന നിലയിൽ നവജാത ശിശുക്കളുടെ സ്വകാര്യ ഭാഗത്തെ ശുചിത്വത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ സ്വകാര്യ ഭാഗം വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടുവെങ്കിൽ. ആദ്യമായിട്ട് പെൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളെ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിറകിലേക്ക്, അതായത് ഫ്രണ്ട് ടു ബാക്ക് മാത്രം തുടയ്ക്കുക. മലദ്വാരത്തിലെ അണുക്കൾ മൂത്രനാളിയിലേക്ക് എത്താതിരിക്കാൻ ഇത് വളരെ പ്രധാനമാണ്. ചില കുഞ്ഞുങ്ങളിൽ ജനിച്ച ഉടനെ സ്വകാര്യ ഭാഗത്ത് വെളുത്ത പാടുകൾ, അതായത് വെർണിക്സ് കാണാം. ഇത് നിർബന്ധപൂർവ്വം ഉരച്ചു കളയേണ്ടതില്ല. ഇത് കുഞ്ഞിൻ്റെ ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ്. അതുപോലെ അമ്മയുടെ ഹോർമോൺ കാരണം ചില പെൺകുഞ്ഞുങ്ങളിൽ ചെറിയ തോതിൽ രക്തം കലർന്ന സ്രവം, മിനി പീരീഡ്സ് എന്ന് വിളിക്കുന്നു, ഇത് വരാൻ സാധ്യതയുണ്ട്. ഇത് പേടിക്കേണ്ട കാര്യമില്ല. അടുത്തതായി ആൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. ആൺകുഞ്ഞുങ്ങളുടെ ഫോർസ്കിൻ ജനിക്കുമ്പോൾ തന്നെ പിന്നിലേക്ക് നീങ്ങണം എന്നില്ല. അത് പെതുക്കെ മാത്രമേ മാറൂ. അതുകൊണ്ട് ഒരിക്കലും അത് ബലമായി പിന്നിലേക്ക് വലിക്കരുത്. ഇത് മുറിവിനും വേദനയ്ക്കും കാരണമാകും. കുളിപ്പിക്കുമ്പോൾ പുറഭാഗം മാത്രം പതുക്കെ കഴുകിയാൽ മതിയാകും. ഇത് എപ്പോൾ പിന്നിലേക്ക് നീങ്ങും എന്നതിനെക്കുറിച്ച് ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. അടുത്തതായി, സ്വകാര്യ ഭാഗങ്ങളിൽ സോപ്പും പൗഡറും ഉപയോഗിക്കാമോ എന്ന ഒരു അമ്മയുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ഈ ഭാഗങ്ങളിൽ വീര്യമേറിയ സോപ്പുകളോ സുഗന്ധമുള്ള വൈപ്സുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇളം ചൂടുവെള്ളവും മൃദുവായ കോട്ടൺ തുണിയും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പൗഡർ ഉപയോഗിക്കുന്നത് അവിടെ ഈർപ്പം തങ്ങി നിൽക്കാനും അണുബാധയുണ്ടാക്കാനും കാരണമാകും. ഓരോ തവണ ഡയപ്പർ മാറ്റുമ്പോഴും ആ ഭാഗം ഉണക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോൾ ഡോക്ടറെ കാണണം? അതായത് ആ ഭാഗത്ത് അമിതമായ ചുവപ്പ് നിറം, പഴുപ്പ് വരിക, ദുർഗന്ധം, മൂത്രമൊഴിക്കുമ്പോൾ കുഞ്ഞ് നിർത്താതെ കരയുക എന്നിവ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണിക്കണം. ശുചിത്വം പാലിച്ചാൽ മിക്ക ഇൻഫെക്ഷനുകളും തടയാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.